ഈ വർഷം +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊരു കിടിലൻ ഹാപ്പി ന്യൂസ് വന്നിട്ടുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെന്റ് വരികയാണ്. അതും സെക്കൻഡ് സപ്ലിമെന്ററിയുടെ മുന്നേ ലേറ്റസ്റ്റ് ആയിട്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് മുമ്പ് സ്കൂൾ ട്രാൻസ്ഫർ നടപടികൾ നടത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നിലവിൽ പുരോഗമിക്കുകയാണ്. പുതുതായി 120 ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ആദ്യം സ്കൂൾ ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെന്ററിയുടെ പ്രോസസ്സ് നടത്തുക എന്നതാണ് നിലവിൽ പരിഗണനയിലുള്ള തീരുമാനം. സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള വാക്കൻസികൾ ജൂലൈ 25-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നാണ് അപ്ഡേറ്റിൽ പറയുന്നത്. അതായത് നിങ്ങൾ ഇനി ശരിക്കും നിങ്ങളുടെ അലോട്ട്മെന്റ് പ്രോസസ്സ് ഇപ്പോൾ ഫസ്റ്റ് സപ്ലിമെന്ററി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു, അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സിലാണ്. അപ്പോൾ ഇനി വരേണ്ടത് എന്താ? സെക്കൻഡ് സപ്ലിമെന്ററി ആണ്. അതായത് ഇതുവരെ കിട്ടാത്ത കുട്ടികൾക്കുള്ളതാണ് എന്ത്? സെക്കൻഡ് സപ്ലിമെന്ററി. അതിന് വെയിറ്റ് ചെയ്യാതെ അതിനേക്കാൾ മുന്നേ എന്ത് നടക്കാൻ വേണ്ടി പോവുകയാണ്? ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ട്രാൻസ്ഫർ നടന്നുള്ള ഉപകാരം എന്താ? സപ്പോസ് എ എന്ന് പറയുന്നത് നിലവിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളാണ്, ബി എന്ന് പറയുന്നത് സെക്കൻഡ് സപ്ലിമെന്ററിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്രാൻസ്ഫർ നടക്കുന്നത് എന്ന് വിചാരിക്കാം. സപ്പോസ് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ പോലെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കുക. എ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്കൂൾ അഡ്മിഷനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബി എന്ന് പറയുന്നത് സെക്കൻഡ് സപ്ലിമെന്ററിക്ക് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, അത് കഴിഞ്ഞിട്ടാണ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ ഈ എയും ബിയും ഒരുമിച്ചാണ് എന്ത് ചെയ്യുക? ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 100-ൽ ഒരാൾക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാൻ ചാൻസ് ഉള്ളൂ. 100 പേര് അപ്ലൈ ചെയ്താൽ അതിൽ ഒരാൾക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളൂ. നേരെ മറിച്ച് എ എന്ന് പറയുന്നത് ഇപ്പോൾ അഡ്മിഷൻ എടുത്ത നിങ്ങൾ തന്നെയാണ്. എന്നാൽ ബി എന്ന് പറയുന്ന സെക്കൻഡ് സപ്ലിമെന്ററിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളെക്കാൾ മുന്നേ എന്ത് നടക്കുകയാണ്? ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ ആർക്ക് മാത്രമേ ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റുള്ളൂ? എക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ 100-ൽ ഒരു 10 പേർക്കൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യത കൂടും. 100-ൽ ഒരു 10 പേർക്കൊക്കെ ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത കൂടും. സോ സെക്കൻഡ് സപ്ലിമെന്ററിക്ക് ശേഷമായിരുന്നു ട്രാൻസ്ഫർ വരേണ്ടത്. എന്നാൽ ഈ വർഷം 120 ബാച്ചുകൾ കൂടി അനുവദിച്ചുകൊണ്ട് സെക്കൻഡ് സപ്ലിമെന്ററിയുടെ മുന്നേ ആയിട്ട് ട്രാൻസ്ഫർ നടത്താൻ ഗവൺമെന്റ് എടുത്ത തീരുമാനം കൈയടിക്കേണ്ട തീരുമാനമാണ്. കാരണം 100-ൽ 10ഓളം കുട്ടികൾക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്നുള്ളത് ഒരു പോസിറ്റീവ് തന്നെയാണ്. അത് നിങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ട്രാൻസ്ഫറിൻ്റെ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളിപ്പോൾ +1 പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും MS സൊല്യൂഷൻസിലൂടെയുള്ള അപ്ഡേറ്റുകൾ നേരത്തെ അറിയാൻ MS സൊല്യൂഷൻസിൻ്റെ +1 വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതെ പോകരുത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വാട്സപ്പ് ചാനലിലോ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ഈ വാർത്തകളൊക്കെ നേരത്തെ ഷോർട്സ് ആയിട്ടും മെസ്സേജുകളായിട്ടും ബ്രേക്കിംഗ് ന്യൂസിൻ്റെ പോസ്റ്ററുകളായിട്ടൊക്കെ നേരത്തെ നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ചാനൽ ലഭിക്കുന്നുണ്ട്. സോ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ട്രാൻസ്ഫറിൻ്റെ വാർത്ത ഷെയർ ചെയ്യാൻ മറക്കല്ലേ.